ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ നല്ല പ്രേക്ഷകരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയറ്റുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലേക്ക് പോകാം. ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം ആദാമിനെയും ഹവ്വയെയും തോട്ടത്തിന് പുറത്താക്കിയത് എന്നായിരുന്നു. ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാതിരിക്കുവാനാണ് ദൈവം ആദാമിനെയും ഹവ്വയെയും തോട്ടത്തിന് പുറത്താക്കിയത്. മനുഷ്യന് പകരം ഏദൻ തോട്ടത്തിൽ കാവൽ ആക്കിയതാര്? കെരൂബുകളെയാണ് മനുഷ്യന് പകരം ഏദൻ തോട്ടത്തിൽ കാവലാക്കിയത്. കാവൽക്കാരായ കെരൂബുകളുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയായിരുന്നു കെരൂബുകളുടെ കയ്യിലുണ്ടായിരുന്നത്. ആദ്യ മാതാപിതാക്കന്മാർ ആര്? ആദാമും ഹവ്വയുമായിരുന്നു ആദ്യ മാതാപിതാക്കന്മാർ. ആദാമിൻ്റെ ആദ്യ പുത്രനാര്? കയീനായിരുന്നു ആദാമിൻ്റെ ആദ്യ പുത്രൻ. കയീൻ്റെ മാതാവാര്? കയീൻ്റെ മാതാവ് ഹവ്വയായിരുന്നു. അടുത്ത ചോദ്യം, കയീൻ്റെ അനുജൻ ആര്? ഹാബേൽ ആയിരുന്നു കയീൻ്റെ അനുജൻ. കയീൻ്റെ ജോലി എന്തായിരുന്നു? കയീൻ്റെ ജോലി കൃഷിയായിരുന്നു. ആദ്യത്തെ ആട്ടിടയൻ ആര്? ഹാബേൽ ആയിരുന്നു ആദ്യത്തെ ആട്ടിടയൻ. യഹോവ ആരുടെ വഴിപാടിലാണ് പ്രസാദിച്ചത്? ഹാബേലിൻ്റെ വഴിപാടിലാണ് യഹോവ പ്രസാദിച്ചത്. ആദ്യം കോപിച്ചത് ആര്? ആദ്യം കോപിച്ചത് കയീൻ ആയിരുന്നു. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? ആരോട് പറഞ്ഞു? യഹോവ കയീനോട് പറഞ്ഞതാണിത്. ആദ്യ മനുഷ്യനാണ് ആദാം. എന്നാൽ ആദ്യം മരിച്ച വ്യക്തി ആര്? ഹാബേലാണ് ആദ്യം മരിച്ചത്. ആദ്യത്തെ രക്തസാക്ഷി ആര്? ആദ്യത്തെ രക്തസാക്ഷി ഹാബേൽ ആണ്. ഒന്നാമത്തെ കൊലപാതകി ആര്? കയീൻ ആണ് ഒന്നാമത്തെ കൊലപാതകി. ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ? ആരോട് പറഞ്ഞു? കയീൻ യഹോവയോട് പറഞ്ഞതാണിത്. ആരുടെ രക്തമാണ് ഭൂമിയിൽ നിന്ന് യഹോവയോട് നിലവിളിച്ചത്? കയീൻ ഹാബേലിൻ്റെ രക്തമാണ്. ഹാബേലിൻ്റെ രക്തമാണ് ഭൂമിയിൽ നിന്ന് യഹോവയോട് നിലവിളിച്ചത്. കയീൻ്റെ യാഗവസ്തു എവിടെ നിന്നാണ്? നിലത്തിലെ അനുഭവത്തിൽ നിന്നാണ് കയീൻ്റെ യാഗവസ്തു. വേദപുസ്തകത്തിലെ ആദ്യത്തെ അടയാളം എന്ത്? യഹോവ കയീന് നൽകിയ അടയാളമാണ് ആദ്യത്തെ അടയാളം. ദൈവം എന്തിനാണ് കയീന് അടയാളം നൽകിയത്? കയീനെ ആരും കൊല്ലാതിരിക്കാനാണ് ദൈവം കയീന് അടയാളം നൽകിയത്. കയീൻ യഹോവയുടെ സന്നിധി വിട്ടുപോയി പാർത്ത ദേശം നോദ് എന്ന സ്ഥലത്താണ് കയീൻ യഹോവയുടെ സന്നിധി വിട്ടുപോയി പാർത്തത്. കയീൻ്റെ ആദ്യ ജാതനാര്? ഹാനോക്കായിരുന്നു ആദ്യജാതൻ. താൻ പണിത പട്ടണത്തിന് തൻ്റെ മകൻ്റെ പേരിട്ടതാര്? കയീനാണ് താൻ പണിത പട്ടണത്തിന് തൻ്റെ മകൻ്റെ പേരിട്ടത്. മനുഷ്യൻ പണിത ആദ്യ പട്ടണത്തിൻ്റെ പേര്? ഹാനോക്ക് എന്നായിരുന്നു മനുഷ്യൻ പണിത ആദ്യ പട്ടണത്തിൻ്റെ പേര്. ആദ്യമായി
ബഹുഭാര്യാത്വം സ്വീകരിച്ച വ്യക്തി ആര്? ലാമേക്കായിരുന്നു ബഹുഭാര്യാത്വം സ്വീകരിച്ചത്. ലാമേക്കിൻ്റെ ഭാര്യമാർ ആരെല്ലാം? ഒന്ന് ആദ, ഒന്ന് സില്ല. കൂടാരവാസികൾക്കും പശുപാലകർക്കും പിതാവ് ആര്? യാബാൽ ആയിരുന്നു കൂടാരവാസികൾക്കും പശുപാലകർക്കും പിതാവായിരുന്നത്. കിന്നരവും വേണുവും ഉപയോഗിക്കുന്നവരുടെ പിതാവ് ആരെന്നാണ് ഞാൻ ചോദിച്ചത്. പേര് എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, പിതാവ് ആരെന്നാണ്. അതിൻ്റെ ഉത്തരം യൂബാൽ എന്നാണ്. ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങൾ ആദ്യമായി നിർമ്മിച്ചവൻ ആര്? രൂബേൽ കയീൻ ആണ്. എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലുമെന്ന് പറഞ്ഞതാര്? അങ്ങനെ പറഞ്ഞത് ലാമേക്കായിരുന്നു. എന്നാൽ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, തൂബേൽ കയീൻ്റെ അമ്മ ആര്? തൂബേൽ കയീൻ്റെ അമ്മ ആര്? തൂബേൽ കയീൻ്റെ പെങ്ങൾ ആര്? തൂബേൽ കയീൻ്റെ പെങ്ങൾ ആര്? ദൈവം ഹാബേലിന് പകരം കൊടുത്ത സന്തതി ആര്? ദൈവം ഹാബേലിന് പകരം കൊടുത്ത സന്തതി ആര്? ശേത്തിൻ്റെ അമ്മ ആര്? ശേത്തിൻ്റെ അമ്മ ആര്? സമപ്രായക്കാരായ ആദ്യ ദമ്പതികൾ ആര്? സമപ്രായക്കാരായ ആദ്യ ദമ്പതികൾ ആര്? ആരുടെ കാലത്താണ് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയത്? ആരുടെ കാലത്താണ് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയത്? എപ്പോഴാണ് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചത്? എപ്പോഴാണ് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചത്? ആദാമിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ശേത്ത് ജനിച്ചത്? ആദാമിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ശേത്ത് ജനിച്ചത്? ശേത്ത് ജനിച്ച ശേഷം ആദാം എത്ര സംവത്സരം ജീവിച്ചിരുന്നു? ശേത്ത് ജനിച്ച ശേഷം ആദാം എത്ര സംവത്സരം ജീവിച്ചിരുന്നു? ആദാമിൻ്റെ മക്കളിൽ പേരിനാൽ അറിയപ്പെടുന്നതാരെല്ലാം? ആദാമിൻ്റെ മക്കളിൽ പേരിനാൽ അറിയപ്പെടുന്നതാരെല്ലാം? ആദാമിൻ്റെ ആയുഷ്കാലം എത്ര? ആദാമിൻ്റെ ആയുഷ്കാലം എത്ര? ശേത്തിൻ്റെ ആയുഷ്കാലം എത്ര? ശേത്തിൻ്റെ ആയുഷ്കാലം എത്ര? ഏനോശിൻ്റെ ആദ്യജാതൻ ആര്? ഏനോശിൻ്റെ ആദ്യജാതൻ ആര്? ശേത്തിന് 50 വയസ്സുള്ളപ്പോൾ ആദാമിന് എത്ര വയസ്സുണ്ടായിരുന്നു? ശേത്തിന് 50 വയസ്സുള്ളപ്പോൾ ആദാമിന് എത്ര വയസ്സുണ്ടായിരുന്നു? ഏനോശിൻ്റെ ആയുഷ്കാലം എത്ര? ഏനോശിൻ്റെ ആയുഷ്കാലം എത്ര? കേനാൻ്റെ ആദ്യജാതൻ ആര്? കേനാൻ്റെ ആദ്യജാതൻ ആര്? കേനാൻ്റെ ആയുഷ്കാലം എത്ര? കേനാൻ്റെ ആയുഷ്കാലം എത്ര? മഹലേലിൻ്റെ ആദ്യജാതൻ ആര്? മഹലേലിൻ്റെ ആദ്യജാതൻ ആര്? മഹലേലിൻ്റെ ആയുഷ്കാലം എത്ര? മഹലേലിൻ്റെ ആയുഷ്കാലം എത്ര? കെരൂബുകളെക്കുറിച്ച് ആദ്യ പരാമർശം എവിടെ പറയുന്നു? കെരൂബുകളെക്കുറിച്ചുള്ള ആദ്യ പരാമർശം എവിടെ പറയുന്നു? കോപമുണ്ടായി മുഖം വാടിയവൻ ആര്? കോപമുണ്ടായി മുഖം വാടിയവൻ ആര്?
ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞതാരെ? ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞതാരെ? അടയാളങ്ങളെക്കുറിച്ചുള്ള പരാമർശം എവിടെ പറയുന്നു? അടയാളങ്ങളെക്കുറിച്ചുള്ള പരാമർശം എവിടെ പറയുന്നു? ഏദൻ്റെ ഏത് ഭാഗത്താണ് നോദ് സ്ഥിതി ചെയ്യുന്നത്? ഏദൻ്റെ ഏത് ഭാഗത്താണ് നോദ് സ്ഥിതി ചെയ്യുന്നത്? യാരേദിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ഹാനോക്ക് മരിച്ചത്? യാരേദിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ഹാനോക്ക് മരിച്ചത്? ഹാരേദിൻ്റെ പിതാവാരെ? യാരേദിൻ്റെ പിതാവാരെ? യാരേദിൻ്റെ ആയുഷ്കാലം എത്ര? യാരേദിൻ്റെ ആയുഷ്കാലം എത്ര? ഹാനോക്കിൻ്റെ പിതാവ് ആരെ? ഹാനോക്കിൻ്റെ പിതാവ് ആരെ? ഹാനോക്കിൻ്റെ ആദ്യജാതൻ ആരെ? ഹാനോക്കിൻ്റെ ആദ്യജാതൻ ആരെ? ഹാനോക്കിന് എത്ര വയസ്സുള്ളപ്പോഴാണ് മെതുശലേക്ക് ജനിച്ചത്? ഹാനോക്കിന് എത്ര വയസ്സുള്ളപ്പോഴാണ് മെതുശലേക്ക് ജനിച്ചത്? 30 ചോദ്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. അടുത്തടുത്ത ചോദ്യങ്ങളാണ്. ഉത്തരം എഴുതാൻ എളുപ്പമുണ്ട്. എല്ലാവരും മെസ്സേജ് ചെയ്യുക. ബൈ.